ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടായിട്ട് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു എൻ്റെ ഫേസ് പീൽ ചെയ്യുന്നൊരു വീഡിയോ. അതിൻ്റെ 2 സെക്ഷനാണ് കഴിഞ്ഞ്, ഇനി 2 സെക്ഷൻ ചെയ്യാണ്ട്. അപ്പോൾ പകുതി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വീഡിയോ ഇട്ടിനി. അപ്പോൾ അങ്ങനെ 2 മാസമായിട്ടിപ്പോൾ ഞാൻ ചെയ്തിട്ട് ഡിസംബറിൽ പോയിട്ട് ഫസ്റ്റ് സെറ്റ് ഞാൻ പീലിങ് ചെയ്ത്, പിന്നെ ജനുവരി പോയിട്ട് പീലിങ് ചെയ്ത്, ഇപ്പോൾ ഫെബ്രുവരി മാസം ഞാൻ പീൽ ചെയ്യാൻ വന്നതാണ്. ഇനി ഒരു മാസം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പീലിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖത്ത് കാണുന്ന കറുപ്പ് ഡോട്ടുകൾ ഉണ്ടല്ലോ, ഈ മുഖത്ത് ഇങ്ങനെ കുറേ കുരു പൊട്ടിച്ച പാടൊക്കെ ഉണ്ടല്ലോ, അത് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ഇപ്പോൾ ഉള്ളത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ LAHNS പറഞ്ഞൊരു ക്ലിനിക്ക് ഉണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. അപ്പോൾ അവിടെ തന്നെ സ്കിന്നിൻ്റെ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇതിൽ നമുക്ക് പീലിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഈ ചെറിയ ചെറിയ ഹോളുകളൊക്കെ ഉണ്ടല്ലോ അത് അടക്കാൻ കഴിയും, അതേപോലെ വൈറ്റനിങ്, അങ്ങനെ കുറേ സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ പീലിംഗ് ചെയ്തിട്ട് നമ്മളെ ബ്ലാക്ക് ഡോട്ടും കാര്യങ്ങളൊക്കെ കളയാണ്. പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് വൃത്തിയാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കാനുള്ള PRP പോലെ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഇതിന് മുമ്പൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഇതായത് അവിടെ ഞാൻ കൊടുക്കുന്നുണ്ട്, ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അത് കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് എൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാം. ഇപ്പോഴത്തെ IND കണ്ടീഷൻ നല്ല മാറ്റമുണ്ട്. എനിക്ക് 2 പ്രാവശ്യം ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല കറുപ്പ് ഡോട്ടുണ്ട്, അതിനൊക്കെ കുറേ പോയിട്ടുണ്ട്. ഇനി 2 പ്രാവശ്യം കൂടി ചെയ്യുമ്പോൾ തന്നെ മുഴുവനായിട്ട് പോകുന്നതാണ് തോന്നുന്നത്. അന്നിനോട് ഡോക്ടർ പറഞ്ഞാൽ 4 സെറ്റൊക്കെ ചെയ്യേണ്ടി വരുന്നതാണ്. ഇപ്പോൾ നമുക്ക് നോക്കാം പീലിങ്ങിന് കയറുന്നതിന് മുമ്പുള്ള ഫേസിൻ്റെ അവസ്ഥ ഇട്ടത്. ഇപ്പോൾ 2 പ്രാവശ്യം ചെയ്തതാണ്, 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പീലിങ്ങിന് കയറാൻ പോകുന്നത്. അപ്പോൾ മുഖത്തുള്ള പാടുകളെന്നൊക്കെ കാണാം. നെറ്റിൻ്റെ അവിടെയൊക്കെ നല്ല പാടുണ്ട്. ഇപ്പോൾ കുറേയൊക്കെ വിസിബിൾ അല്ലാതെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫേസ് കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ആ കെമിക്കൽ പീലിൻ്റെ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടോ? സെയിം പഴയതുപോലെ തന്നെ. ആദ്യം നമ്മളെ ഫേസ് ഒന്ന് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യും, ചെയ്തെടുക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ ഡെഡ് സെല്ലൊക്കെ ഇതാവാൻ വേണ്ടിയിട്ടൊരു ക്രീം അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞാണ് നമ്മളെ ഈ പീലിങ്ങിനുള്ള ഇത് അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത് 3 കോട്ട് ഇപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഇനി 8 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് വാഷ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം സമയം 3:30 അപ്പോൾ എന്നോട് ഇനി പറഞ്ഞത് രാത്രി 10 മണിക്കോ ഒക്കെയാണ് ഇത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞത് ഫേസ്. അതൊക്കെ കഴിഞ്ഞൊരുക്കത്തെ വീഡിയോ പോലെ തന്നെ ഫേസ് ക്ലീൻ ചെയ്യാം. ഇനി അതേപോലെ ഇക്കുറി എത്രത്തോളം നമ്മൾ പീലിങ് വരുന്നുണ്ടോ കേട്ടോ. കഴിഞ്ഞ 2 തവണ അത്യാവശ്യം നല്ല പീൽ ചെയ്തു. അപ്പോൾ ഓരോരോ തവണ ചെയ്യുമ്പോൾ പീലിൻ്റെ അളവ് കുറയുന്ന പറഞ്ഞത്. ഇനി ബ്ലാക്ക് ഡോട്ട് പോകുന്നുണ്ടോ നോക്കാം. ഓക്കെ, പിന്നെ നമുക്ക് ഫേസ് വാഷ് ആ ടൈമിൽ കാണട്ടോ വീട്ടിൽ എത്തിയിട്ട്. അങ്ങനെ പീലിങ്ങിൻ്റെ സെക്ഷൻ 3ാമത്താണ് ഇപ്പോൾ കഴിഞ്ഞത്. കഴിഞ്ഞ 2 പ്രാവശ്യത്തേക്ക് പോലെ തന്നെ ഇങ്ങനെ പീലായി വരുന്നുണ്ട്. നമ്മളെ നെറ്റിൻ്റെ ഭാഗം ഇങ്ങനെ ചെറിയ ചുളിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് പീലായി വരുന്നുണ്ട് 2 സൈഡുമായിട്ട്. പിന്നെ കുരു പിന്നെ ഇങ്ങനെ പൊന്തുന്നുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഡാർക്ക് സ്പോട്ട് ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സെയിം പഴയ പോലെ തന്നെ മോയ്സ്ചറൈസർ ക്രീം അപ്ലൈ ചെയ്യും, പിന്നെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടാണ് ഫേസിൽ കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. ശരിക്കും ഇത് ഓയിലി സ്കിന്നാണ്. ഇപ്പോൾ ഇത് പീലിങ്ങിൻ്റെ ഇത് ചെയ്തുകൊണ്ടായിരിക്കും തോന്നുന്നു കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എനിക്കൊരു 1 വീക്ക് ഇതേപോലെ ഉണ്ടായിരുന്നത്. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നോക്കാം എങ്ങനെയൊക്കെയാണ് പീലാവണമെന്നുള്ളത്. 6ാമത്തെ ദിവസം കേട്ടോ. അപ്പോൾ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഞാൻ നന്നായിട്ട് വെയിലുണ്ട് പണിയെടുക്കേണ്ടിയിരുന്നു എനിക്ക്. പക്ഷേ ക്യാപ്പൊക്കെ ഇട്ടിട്ട് വെയിലുണ്ടത്. ആ സമയത്ത് തന്നെ സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ചിനി. എന്നാലും പണി കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ മുഖത്തിൻ്റെ കോലം കണ്ട് അന്തം കണ്ടെങ്കിൽ ഫുള്ള് ബബിള് പൊന്തിയ മാതിരി മോൾ ഭാഗമൊക്കെ. ഫസ്റ്റ് ഞാൻ എന്ത് സംഭവം എന്ന് വിചാരിച്ച് എന്തെങ്കിലും സൂര്യാഘാതം ഏറ്റാണോ. കാരണം തലേത്തെ വാർത്തയിൽ കണ്ടിട്ടുള്ളൂ. ഈ രാവിലെ 11 മണി മുതൽ 3 മണി വരെ വെയിലുള്ളരുത്. ഞാനാണെങ്കിൽ രാവിലെ ഒരു 7 മണി മുതൽ 2-2:30 വരെ ഫുള്ള് വെയിലത്ത് നിന്നിട്ടുള്ള പണിയിനി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഞാൻ അന്തം വിട്ട് എന്ത് സംഭവം എന്നറിയില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഏതായാലും കുളിച്ച് വന്നപ്പോൾ ഒക്കെ നോർമലായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഈ പീലാവാനുള്ള തൊലി ഉണ്ടല്ലോ, അതിങ്ങനെ അവിടെ നിന്ന് അടർന്ന് നിൽക്കണേന് അതിങ്ങനെ ഒരു ബബിള് മാതിരി നമുക്ക് കണ്ടിട്ട് തോന്നി. ഞാൻ കുളിച്ച് സാധാമാതിരി സോപ്പ് തേച്ചുകൊണ്ട് മുഖം കഴുകി കഴിഞ്ഞ് വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ പീലായി ഇങ്ങനെ കിടക്കുന്നുണ്ടോ. പക്ഷെ ആ കണ്ട സമയത്ത് നല്ല പേടിച്ചു. വേറൊരു ലുക്ക്. ആ സൺസ്ക്രീൻ ഏതായാലും ഞാൻ സമ്മതിച്ച് ഞാൻ ഉപയോഗിക്കണേ. കാരണം അത്രയും വെയിലും കൊണ്ട് ഇതായിട്ടും വല്ല ടാനോ കാര്യങ്ങളൊന്നും മുഖത്ത് അടിച്ചിട്ടില്ല. അപ്പോൾ അതാണ് 5ാമത്തെ ദിവസത്തെ കണ്ടീഷൻ. ഇന്നിപ്പോൾ ഞാൻ രാവിലെ കുളിച്ചാണ്ട് സൺസ്ക്രീനും മോയ്സ്ചറൈസറൊക്കെ ഉപയോഗിച്ചോളാണ് മുഖത്തൊന്നും ഇല്ലാത്ത. മറ്റേ ഇങ്ങനെ പീലാണ് അടയാളങ്ങൾ ഇങ്ങനെ അവിടെ ഉണ്ടായിന് കേട്ടോ. വീണ്ടും LAHNSക്ക് എത്തിയിട്ടോ. അങ്ങനെ 4ാമത്തെ നമ്മളെ ഫേസ് പീലിങ് ചെയ്യാൻ വന്നതാണ്. 1 മാസത്തെ ഗ്യാപ്പ് വന്നു. എന്താണെന്ന് വെച്ചാൽ നോമ്പായതുകൊണ്ട് ചൂടല്ലേ, അപ്പോൾ ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. അപ്പോൾ നോമ്പിന് ശേഷം വരാമെന്ന് വന്ന്. അതേപോലെ തന്നെ ഷിഹാബിനെ കണ്ടിട്ടുണ്ട്. ഷിഹാബിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ നോക്കാം നമ്മളെ കണ്ടപ്പോൾ. എങ്ങനെയുണ്ട് ഷിഹാബിൻ്റെ ഫേസ് ചെയ്തിട്ട്? അടിപൊളിയായിട്ടുണ്ട്. സെറ്റ് കുറേ മാറിയിട്ടുണ്ട്. ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ മാറിയിട്ടുണ്ട്. കുറേയൊക്കെ ഇതായില്ലേ, ചെറുതായിട്ടൊന്ന് വൈറ്റിങ് വെച്ചു. കുറച്ച് കുഴിയൊക്കെ അടഞ്ഞിട്ടുണ്ട് അവിടുത്തെ. ഇതേപോലെ ഇത് എന്താ പറയുക, ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ പോയിട്ടുണ്ട്. ഒരു പീലിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്ക് നോക്കി വെക്കാം, അത്രേ ഉള്ളൂ. ഇപ്പൊ വല്ലാണ്ട് മാറ്റം വന്നിട്ടില്ല. വേറെ ഒന്നുണ്ട്, കെയർ ചെയ്യുമ്പോഴാണതേ. നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കാത്ത സാധനം സൺസ്ക്രീനൊക്കെ.
കുഴപ്പമില്ല, മാറ്റം ഉണ്ട് കേട്ടോ, എല്ലാവരും പറയുന്നുണ്ട് ഒന്നും കൂടി ഇതായിട്ട് സെറ്റാവും. നമുക്ക് തന്നെ കണ്ണട ഒന്നുകൂടി നോക്കാൻ തോന്നുന്നു പറയില്ലേ. അപ്പോൾ ഏതായാലും നമുക്ക് 4ാമത്തെ പീലിങ്ങിന് നിങ്ങൾക്ക് അറിയാലോ, ഫസ്റ്റത്തെ ഒരാഴ്ച നമുക്ക് ഇതേ കയറാം, എന്താ പീലായി വരും. നമ്മളെ ഷെഡിങ് ടൈം പറഞ്ഞ മാതിരി പീലാവുക, അത് ഭയങ്കര ഗതിയാണ് കാണുമ്പോൾ. തൊലി ഇങ്ങനെ ചെയ്തപ്പോൾ പെയിന് കാര്യങ്ങളൊന്നുമില്ല. ഫസ്റ്റ് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് ഒരു എരിച്ചിലിങ് ഉണ്ടാവും ചെറുതായിട്ട്, വേറെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ചെയ്ത് കഴിഞ്ഞാൽ 8 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതെല്ലാം നമുക്ക് ചെയ്തിട്ട് നോക്കാം. ഞങ്ങൾക്കിനി കുഴിയമ്പത്തൂർ ഇവിടെ അവൻ്റെ ഒരു ഫാമിലി ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ, അതിൻ്റെ അവിടെ ഞാൻ ഇവിടുന്ന് അങ്ങനെ ഞാൻ ബസ്സിൽ പോകും. ഞാൻ പാലക്കാട് ഇല്ല, എനിക്കിനി 2-3 സ്ഥലത്ത് കയറാണ്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ട് പോകും. പീലിങ്ങിൻ്റെ പ്രൊസീജിയറൊക്കെ ഒന്ന് തന്നെ കേട്ടോ. ഫസ്റ്റ് നമുക്ക് പീലിംഗ് എങ്ങനെ ചെയ്താൽ അതേപോലെ തന്നെയാണ് 2ാമത്തെ പ്രാവശ്യം 3ാമത്തെ പ്രാവശ്യം ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം ചെയ്യുന്നത്. ക്ലീൻ ചെയ്യുക, പിന്നെ നമുക്ക് എന്താ പറയുക ടെസ്റ്റും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, പീൽ ചെയ്യാനുള്ള സൊല്യൂഷൻ അപ്ലൈ ചെയ്യുക, അങ്ങനെയാണ് എല്ലാ തവണ നമുക്ക് ചെയ്തു വന്നത്. അങ്ങനെ 4ാമത്തെ പീലിംഗ് ആയിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഫുള്ളൊരു ഓയിലി ഫീൽ ഉണ്ടോ, കുറച്ച് ഫുൾ ഡ്രൈ ആവും. പിന്നെ അതേപോലെ കഴിഞ്ഞ തവണയൊക്കെ നമ്മൾ പീലിംഗ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞത് 8 മണിക്കൂർ കൊണ്ട് വാഷ് ചെയ്യാനാണ്. ഇക്കുറി 12 മണിക്കൂർ കൊണ്ട് വാഷ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ലാസ്റ്റ് സെക്ഷൻ അതുവരെ മുഖം വാഷ് ചെയ്യാൻ പറ്റില്ല. 8 മണിക്കൂർ കഴിഞ്ഞൂരൊക്കെ പറഞ്ഞേ. പിന്നെ അതേപോലെ ഇക്കുറി എനിക്ക് എന്താ പറയുക 4 തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാധാരണ 3 തവണയാണ് അപ്ലൈ ചെയ്തത് കഴിഞ്ഞൂരൊക്കെ. അപ്പോൾ ലാസ്റ്റ് സെക്ഷനാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോയെന്നാണ് പറഞ്ഞത്. അത് പ്രശ്നമില്ല. ലാസ്റ്റ് റിസൾട്ടാണല്ലോ നമ്മളെ ഫേസ് പീല് ചെയ്തതിൻ്റെ. ഇപ്പോൾ 4ാമത്തെ പീലിങ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫുൾ റിസൾട്ട് വന്നോട്ടെ വെച്ചിട്ടാണ് വീഡിയോ ഇതുവരെ ഇടാഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് സാധാ പോലെ പതുക്കെ പീലായി വന്നത്. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ തവണ വന്നപ്പോൾ നമ്മൾ സാധാരണ 8 മണിക്കൂറുള്ളത് 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിരുന്നത്. അതിനുശേഷം പതുക്കെ അങ്ങനെ അതേപോലെ റിസൾട്ട് വരൽ തുടങ്ങി. ചെറുതായിട്ട് പീലിംഗ് ഉണ്ടായിരുന്നു സൈഡിൽ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് അങ്ങനെ ഫുള്ള് പീലായിട്ട് പോയി. ഇപ്പോഴത്തെ റിസൾട്ട് പറഞ്ഞ ഇതാണ്. എൻ്റെ നെറ്റിയുടെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെയൊക്കെ ബ്ലാക്ക് ഡോട്ടുകളുണ്ടായിന്, ഇവിടെയൊക്കെ ഉണ്ടായിന്. അതേപോലെ തന്നെ ഇനി ഇത് പീൽ ചെയ്തുകൊണ്ടാണോ അതോ ഇനി നൈറ്റ് ക്രീം ഉപയോഗിക്കുന്നുണ്ട്, റാപ്പിഡ് പറഞ്ഞിട്ടൊരു നൈറ്റ് ക്രീം, അത് യൂസ് ചെയ്യണോണ്ടല്ല സ്കിന്ന് കുറച്ചൊന്ന് ഗ്ലോ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഇത്ര ഇല്ലേനു, നല്ല ഡാർക്കായിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും കാലം നമ്മൾ ഉപയോഗിക്കാത്ത ഈ മോയ്സ്ചറൈസർ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കണോണ്ടാണെന്ന് അറിയില്ല, ഒന്ന് ശരിയായിട്ടുണ്ട്. കാരണം ഇപ്പോൾ വെയിലും അല്ലാതെ ഇങ്ങനെ മൊത്തമൊക്കെ അടിക്കില്ലല്ലോ അതൊക്കെ ഉപയോഗിക്കണോണ്ട്. അപ്പോൾ പണ്ടത്തേനാണ് ചെറിയൊരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഞാൻ 4 പ്രാവശ്യം ചെയ്ത് 2000-2500 രൂപയ്ക്കാണ് ഓരോ സെറ്റിന് നമുക്ക് വരുന്നത്. അത് ആൾക്കാരെ ഇത് ബേസ് ചെയ്തിട്ട് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യുക. അത്യാവശ്യം റിസൾട്ട് ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട്, കാരണം നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ഫേസ് പീൽ ചെയ്തതിൻ്റെ വീഡിയോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.